മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടേതായ ശരികളുണ്ടാകും. അത് മറ്റുള്ളവർക്ക് മനസ്സിലാകണമെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങൾ അവർക്കും ഉണ്ടാവണം. നേരിടേണ്ടി വരുന്ന സാഹചര്യങ്ങളെ ഓർത്ത് പിന്മാറിയവരല്ല, സ്വന്തം കഴിവുകളിൽ വിശ്വാസമുള്ളവരാണ് ജീവിതത്തിൽ സ്വപ്നങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ളത്. ഭക്തരെ, ഒന്നിൻ്റെയും അവസാനമല്ല. ഒരു അസ്തമയം ഉണ്ടെങ്കിൽ തീർച്ചയായും ഒരു ഉദയവും ഉണ്ടാവും. അതാണ് പ്രകൃതിയും ജീവിതവും പഠിപ്പിക്കുന്നത്. വാക്കുകൾ താക്കോൽ പോലെയാണ്. ഏത് ഹൃദയത്തിൻ്റെയും വാതിൽ തുറക്കാനും ഒരിക്കലും തുറക്കാനാവാത്ത വിധം പൂട്ടുവാനും വാക്കുകൾക്ക് ശക്തിയുണ്ട്. ജീവിതത്തിലെ പ്രശ്നങ്ങളോട് നിങ്ങൾ പ്രതികരിക്കുന്ന രീതിയാണ് നിങ്ങളുടെ വിജയവും പരാജയവും നിശ്ചയിക്കുന്നത്. സങ്കടങ്ങൾ പങ്കുവയ്ക്കാനും സ്വീകരിക്കാനും ആരും കാണില്ല. അതിനാൽ ദുഃഖത്തിൽ നിങ്ങളെ ചേർത്ത് പിടിക്കുന്നവരെ ഒരിക്കലും കൈവിടാതിരിക്കുക. പരിഹാസങ്ങളും പുച്ഛങ്ങളും നേരിട്ട് ജീവിതത്തിൽ വിജയിച്ചവർക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഏതൊരു സാഹചര്യത്തിലും അവർക്ക് ചെറുത്തു നിൽക്കാൻ സാധിക്കും. മോശമായ സാഹചര്യങ്ങളാണ് നിങ്ങളുടെ ഉള്ളിലെ ശക്തനായ മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. നിങ്ങളെ വേദനിപ്പിച്ച ആളുകളോടുള്ള ഏറ്റവും നല്ല പ്രതികാരം നിങ്ങളുടെ പുഞ്ചിരിക്കും കണ്ണീരിനും പിന്നിലെ കാരണം അവരല്ല എന്ന് കാണിക്കലാണ്. സ്വന്തം സത്യത്തെ മുറുകെ പിടിക്കുന്നവർക്ക് 1000 ശത്രുക്കളുണ്ടാകും. എന്നാൽ മറ്റുള്ളവരുടെ നുണകൾക്കൊപ്പം സഞ്ചരിക്കുന്നവർക്ക് 1000 മിത്രങ്ങളും ഉണ്ടാകും. ഒരുപാട് ക്ഷമിച്ച ഒരു മനുഷ്യനെ പിന്നെയും നോവിക്കുമ്പോൾ ഒരിക്കലും തിരിച്ചു വരാനാവാത്ത വിധം ആ മനുഷ്യൻ നിങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോയേക്കാം. എത്രത്തോളം ക്ഷമിച്ചു എന്നതിന് എത്രത്തോളം നിങ്ങളിൽ പ്രതീക്ഷ അർപ്പിച്ചു എന്നുകൂടി അർത്ഥമുണ്ട്. പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട ഒരു മനുഷ്യന് അവസാനം ഒരു ഇറങ്ങിപ്പോക്ക് അനിവാര്യമാണ്. സംസാരങ്ങൾ നിലയ്ക്കുന്നത് ബന്ധങ്ങൾ അവസാനിക്കുന്നതിൻ്റെ വ്യക്തമായ സൂചനകളാണ്. നിലയ്ക്കാത്ത സംസാരങ്ങൾക്കു പിന്നിൽ കുളിർമയുള്ള സ്നേഹമുണ്ടാകും. അതില്ലാതാകുമ്പോൾ യാചിക്കരുത്. നിങ്ങൾക്കത് ആവശ്യമുണ്ടോ എന്നല്ല, അവർക്കാവശ്യമില്ലെങ്കിൽ അപേക്ഷിക്കാൻ പോകാതിരിക്കുക. അപേക്ഷിച്ച് കിട്ടുന്നതെന്തും സ്നേഹമല്ലെന്ന് തിരിച്ചറിയുക. എല്ലാ ഭക്തരും സന്തോഷത്തോടെ ഇരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.